സിനുജി, ചൈനയുടെ പല നിലപാടുകളും ഇന്ത്യയോടുള്ള നിലപാടുകൾ നമുക്ക് അനുകൂലമാണെന്ന് തോന്നുമെങ്കിലും ചില സമയങ്ങളിൽ അവർ പ്രതികൂല നിലപാടുകൾ എടുക്കാറുണ്ട്. ഇപ്പോൾ നിക്ഷേപം നടത്തുന്ന കാര്യത്തിൽ മൊബൈൽ നിക്ഷേപമൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ കാറിൻ്റെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പം ഈ ബിനു പറയുന്ന പോലെ തന്നെ ചൈന നമ്മുടെ നാട്ടിൽ നിക്ഷേപമൊക്കെ നടത്തുമെന്നൊക്കെ പറയുമ്പോൾ പുറമേ നോക്കുമ്പോൾ വളരെ പോസിറ്റീവാണ്, പക്ഷേ ഉള്ളിലൂടെ കളിക്കാൻ മിടുക്കരാണ് ചൈന. അതുകൊണ്ട് നമ്മളുമായിട്ട് അത്ര നല്ല ബന്ധമല്ല. പക്ഷേ കഴിഞ്ഞ 4-5 വർഷമായിട്ട് നമ്മളുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഈ ഗാൽവാനിൽ ഒരു സംഘർഷം ഉണ്ടായപ്പോൾ ഇന്ത്യൻ ഭടന്മാരും ചൈനീസ് ഭടന്മാരും തമ്മിൽ ഏറ്റുമുട്ടി. അതിനുശേഷം പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് പതിയെ വരികയാണ്. അങ്ങനെയാണ് ഈ ഡെപ്സാങ്, ഡെംജോങ് തുടങ്ങിയ മേഖലയിൽ നിന്ന് ചൈന അവരുടെ ആർമിയെ പിൻവലിക്കുകയും ഇന്ത്യൻ സേനയ്ക്ക് അവിടെ പര്യടനം നടത്താൻ, അതായത് അവിടെ പട്രോളിംഗ് നടത്താനുള്ള സംവിധാനമൊക്കെ ഏർപ്പെടുത്തി. അതുകൊണ്ട് ഇപ്പോൾ ചൈനയുമായിട്ട് നല്ല ബന്ധമാണ്. ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചൈന പറഞ്ഞേക്കുന്നത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് നടത്താൻ ഞങ്ങൾ തയ്യാറാണ്, എത്ര രൂപ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഇൻവെസ്റ്റ് നടത്താമെന്ന് പറയുന്നതിൻ്റെ കാരണം അമേരിക്ക എല്ലാ രാജ്യങ്ങൾക്കും മേൽ താരിഫ് കൂട്ടി. അപ്പോൾ ഈ താരിഫ് കൂട്ടുമ്പോൾ ചൈനയ്ക്ക് മാത്രമേ 100% കൂട്ടും. അപ്പോൾ ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് വലിയ വില വരും. അപ്പോൾ ചൈന എന്താ വിചാരിച്ചേ, ഇന്ത്യ പോലെയുള്ള രാജ്യവുമായി അടുത്ത ബന്ധം പുലർത്തിയാൽ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്താം, എന്നിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ചൈനീസ് പ്രോഡക്റ്റ് വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കാം. അപ്പോൾ അവർക്ക് അതിൻ്റെതായ നേട്ടമുണ്ട്. അതുകൊണ്ടാണ് നിലവിൽ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമൊക്കെ പുലർത്താമെന്നുള്ള ഒരു രീതി സ്വീകരിച്ചത്. എല്ലാ രാജ്യങ്ങളിലും ചൈന ഇത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുകയും അവർ ഹ്യൂജ് ക്വാണ്ടിറ്റി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഡ്രസ്സ് ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളായിക്കോട്ടെ, ചിപ്പുകളായിക്കോട്ടെ, മൊബൈൽ ഫോണുകളായിക്കോട്ടെ, എല്ലാം വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയും എന്നിട്ട് അത് വില കുറച്ച് വിൽക്കുകയും ചെയ്യും. അങ്ങനെ വില കുറച്ച് വിറ്റിട്ട് ആ രാജ്യത്തെ തദ്ദേശീയമായ വിപണി തകർക്കുകയും ചെയ്യും. ഇതറിയാം, നമുക്കറിയാം ലോകമെമ്പാടും ഏറെ സ്വാധീനമുള്ള ചൈനീസ് മൊബൈലുകൾക്കാണ്. അതെന്ന് പറഞ്ഞാൽ ഈ ചൈന നിലവിൽ ആ രാജ്യത്തുള്ള മൊബൈലിനോട് കിടപിടിക്കുന്ന മൊബൈൽ ഉണ്ടാക്കും. ഇപ്പോൾ 5000 to 10000 റേഞ്ച്, 10000 to 15000 റേഞ്ച്, ഓരോ റേഞ്ചിലും ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് ഫീച്ചേഴ്സ് വരുത്തും. എന്നിട്ട് ഇന്ത്യയിലെ ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റ് ഇറ്റലിയിലെ ആണെങ്കിലോ ആഫ്രിക്കയിലെ ആണെങ്കിലോ ഏതെങ്കിലും രാജ്യത്തെ മൊബൈലിനെക്കാട്ടിയും കൂടുതൽ ഫീച്ചേഴ്സ് കൊടുക്കുകയും അവരുടെ മൊബൈലിനെക്കാട്ടിയും വില കുറച്ച് കൊടുക്കും. ഇത് ചൈനയുടെ ഒരു തന്ത്രമാണ്, പണ്ട് പോലെയുള്ള തന്ത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉദാഹരണം നമുക്കുണ്ട്. ഇപ്പോൾ മൈക്രോമാക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു മൊബൈൽ ഉണ്ടായിരുന്നു, നമ്മൾ കേട്ടിട്ടുണ്ട്. തദ്ദേശീയമായി നിർമ്മിച്ചതാണ്, പക്ഷേ പലയിടത്തുനിന്ന് അസംബിൾ ചെയ്താണ്. ഈ തദ്ദേശീയമായ മൈക്രോമാക്സ് ഇന്ത്യയിൽ 20-25% മാർക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ ചൈനീസ് മൊബൈലുകളുടെ കടന്നുകയറ്റത്തോടുകൂടി ഈ സാധനം കാണാനില്ല. മാത്രമല്ല മൈക്രോമാക്സ് എന്ന് പറയുന്നത് അത്ര നല്ല മൊബൈൽ അല്ല എന്ന് നമ്മളും ചിന്തിച്ചു തുടങ്ങി. എന്തായാലും കമ്പനി പൂട്ടിച്ച് അവർ വിപണി പിടിച്ചു എന്ന് പറയുന്ന പോലെ ഇപ്പം ഇന്ത്യയിലേക്ക് വീണ്ടും നിക്ഷേപം നടത്താൻ തയ്യാറായിട്ട് ചൈന വരുന്നുണ്ട്. ഇതിനു മുമ്പ് അമേരിക്ക ഇങ്ങനെ വന്നിരുന്നു. അമേരിക്ക അവരുടെ ടെസ്ല എന്ന് പറയുന്ന കാർ, അതായത് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥയിലുള്ള ഈ കാറ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ വിൽക്കുന്നുണ്ട്. ഇന്ത്യയിലും അത് വിൽക്കണം. അപ്പോൾ ഇന്ത്യ പറഞ്ഞ് വിൽക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷേ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് ഞങ്ങളൊരു വലിയ താരിഫ് ഏർപ്പെടുത്തും. ആ താരിഫ് ഉണ്ടെങ്കിലേ വിൽക്കാൻ പറ്റൂ. അപ്പോൾ ടെസ്ല എന്ന് പറയുന്ന കാർ ഇന്ത്യയിൽ വാങ്ങണമെങ്കിൽ വലിയ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ട്രംപ് പറഞ്ഞു അങ്ങനെ ശരിയാവില്ല, നിങ്ങളൊന്ന് സഹായിക്കണം. മോദിയും ട്രംപും തമ്മിൽ അത് സംബന്ധിച്ച് വരെ ഉഭയകക്ഷി ചർച്ച നടത്തി. അങ്ങനെ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ശരി, ടെസ്ല കാർ ഇന്ത്യയിൽ ഉൽപ്പാദനം നടത്തുകയാണെങ്കിൽ നമ്മൾ വില കുറച്ച് കൊടുക്കാം എന്നുള്ള രീതിയിൽ വന്നു. അങ്ങനെ മോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ അങ്ങനെ ഒരു നിലപാടെടുക്കുകയും ഒടുവിൽ ടെസ്ല കാർ ഇന്ത്യയിൽ നിർമ്മാണം, പ്രൊഡക്ഷൻ ആരംഭിക്കാമെന്ന് പറഞ്ഞു. ഇതിന് സമാനമായിട്ടാണ് ചൈന ഇപ്പോൾ രംഗത്തേക്ക് വരുന്നത്. അവരുടെ ഏറ്റവും ശ്രദ്ധേയമായ കാർ BYD എന്ന് പറയുന്ന ഇലക്ട്രിക് കാറുകളാണ്. ഈ കാറുകൾക്ക് ലോകമെമ്പാടും വലിയ സ്വീകാര്യത. അപ്പോൾ അത്തരം കാറുകൾ ഇന്ത്യയിലേക്കും വിൽക്കാൻ വേണ്ട നിലപാടുകളൊക്കെ വേണം, സഹായം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പീയൂഷ് ഗോയൽ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പറഞ്ഞു ഞങ്ങൾ തരാം, പക്ഷേ ചൈനയെ വിശ്വസിക്കാൻ പറ്റില്ല. ഇന്ത്യയുടെ നിലപാടുകൾ, ഇന്ത്യയുടെ നിയമങ്ങൾ കൃത്യമായി അനുസരിക്കുകയും നമ്മൾ പറയുന്നതിനനുസരിച്ച് പോകാമെന്നും ഉണ്ടെങ്കിൽ ചൈനയ്ക്ക് അനുമതി കൊടുക്കാം. ചൈന എന്താ ഉദ്ദേശിച്ചത് എന്നുള്ള, ഇന്ത്യയിൽ വന്നേച്ച് ഒരു പ്രൊഡക്ഷൻ ഹൗസോ അല്ലെ ഒരു കമ്പനി തുടങ്ങുന്നു, എന്നിട്ട് അവിടെ വൻതോതിൽ ഉണ്ടാക്കുന്നു. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് കൂട്ടിയിട്ട് നിലവിലുള്ള ഇന്ത്യയിലെ കാറുകളോട് വലിയ തിരിച്ചടി. അപ്പൊ ഇന്ത്യയിലെ തന്നെ ടാറ്റ, നമുക്കറിയാലോ ലോകത്ത് എമ്പാടുമുള്ള കാറുകളോട് കിടപിടിക്കാവുന്ന രീതിയിൽ ടാറ്റ പല മോഡൽ കാർ നിർമ്മിക്കുന്നത്. ഒപ്പം മഹീന്ദ്ര, ഈ 2 കാറുകളും ഇന്ത്യൻ വിപണി കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് BYD എന്ന് പറഞ്ഞാൽ കാണാൻ അഴകുള്ള മനോഹരമായ സംവിധാനങ്ങളുള്ള ഫീച്ചേഴ്സ് ഉള്ള ഈ കാറുകൾ അവർ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ ഇവിടെ പ്രൊഡക്ഷൻ നടത്താൻ അനുവദിച്ചാൽ അവർ ബൾക്കായിട്ട് കാറുകൾ ഉണ്ടാക്കും. അങ്ങനെ കാർ ഉണ്ടാക്കിയാൽ ടാറ്റ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും മഹീന്ദ്ര ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും വില കുറച്ച് ഫീച്ചേഴ്സ് കൂടുതൽ കൊടുത്താൽ പോലെ നല്ല സംവിധാനം, പിന്നെ കാണാൻ ഭയങ്കര ആഡംബരമൊക്കെ ആണെങ്കിൽ അങ്ങനെ വിപണി പിടിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഈ ടാറ്റയുടെയും മഹീന്ദ്രയുടെയും വില വില കുറയ്ക്കേണ്ടി വരും. ഇനി കമ്പനി അവർ തകർന്നു. അപ്പം ഒരു രാജ്യത്ത് വന്നിട്ട് തദ്ദേശീയമായി കമ്പനികളെ തകർത്ത് ചൈന മുന്നേറുന്ന സ്വഭാവം ഇത് ഇന്ത്യ എടുത്തെടുത്തോണ്ട് വരികയാണ്.
ഇന്ത്യ പറഞ്ഞാൽ അത് പറ്റില്ല, ഞങ്ങൾ ചില നിലപാടുകൾ സ്വീകരിക്കും, ആ നിലപാടുകൾക്കനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാമെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഇവർ അതിനെ എതിർക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചൈനയ്ക്ക് നിലവിൽ വിപണികൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു, അമേരിക്ക ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ടാറ്റയെ പൂട്ടിക്കാനുള്ള ചില സംവിധാനങ്ങളാണോ ഇവർ നടത്തുന്ന സംശയമുണ്ട്. ഇതുകൂടാതെ ഇന്ത്യയിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കും, ഇപ്പോൾ ഇലക്ട്രോണിക് വെഹിക്കിളിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ. അപ്പോൾ അത്തരം സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുമ്പോൾ അവർക്ക് പ്രോത്സാഹനം നൽകുന്നതിന് പകരം നമുക്ക് ചൈനയെ പിന്തുണയ്ക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഈ പീയൂഷ് ഗോയൽ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഓരോ കാര്യത്തിലും എടുക്കുന്ന നിലപാട് നമ്മുടെ രാജ്യ താല്പര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും. അപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴാണ് ഇങ്ങനെ വന്നത്. പണ്ട് ചൈനയെ നമുക്ക് പേടിയായിരുന്നു. പക്ഷേ 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യ എടുക്കുന്ന ഓരോ നിലപാടും അവിടുത്തെ ജനങ്ങൾക്ക് ഗുണകരമാകണം എന്ന രീതിയിലെടുത്തു. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഉണ്ടായി. ഈ യുദ്ധം ഉണ്ടായപ്പോൾ ഇന്ത്യക്ക് യുദ്ധത്തോട് താല്പര്യമില്ല. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ഇന്ത്യ നേരെ വ്ളാഡിമിർ പുടിനെ കാണാൻ റഷ്യയിൽ പോയി. അവിടെ റഷ്യയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു പ്രശ്നമൊക്കെ പരിഹരിക്കണം. അന്ന് സെലൻസ്കി പറഞ്ഞു അത് പുടിനെ അവിടെ കാണാൻ പോയത് ശരിയായില്ലെന്ന് പറഞ്ഞു. മോദി പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട, അടുത്ത മാസം ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ സെലൻസ്കിയെ കാണാൻ ഉക്രൈനിലേക്ക് ചെല്ലുന്നു. ഇവർ തമ്മിൽ ആദ്യമായിട്ട് ഒരു ലോക തലവൻ കൂടിക്കാഴ്ച നടത്തുന്നത് മോദിയാണ്. അപ്പോൾ ലോക രാജ്യങ്ങളെല്ലാം നമ്മളെ അംഗീകരിച്ചു. അപ്പോൾ ഇന്ത്യക്ക് യുദ്ധത്തോട് താല്പര്യമില്ലെങ്കിലും ഇന്ത്യ കൃത്യമായ നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പം ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം ഇറാനും ഒക്കെ ആയിട്ട് നടന്നു, മീൻസ് പ്രത്യേകിച്ച് ഹമാസുമായിട്ട് നടന്നു. നടന്നപ്പോൾ ഇന്ത്യ ഇസ്രയേലുമായിട്ട് നല്ല ബന്ധമാണ്. കാരണം കാർഗിൽ വാർ നടന്ന സമയത്ത് ഇന്ത്യക്ക് ഇസ്രയേൽ കുറച്ച് ആയുധങ്ങളൊക്കെ സഹായിച്ചിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യ ഇറാനുമായിട്ട് നല്ല ബന്ധമാണ്. കാരണം ഇറാനിൽ നിന്നാണ് ഇന്ത്യ ഓയിൽ മേടിക്കുന്നത്. അപ്പോൾ ഇന്ത്യയും ഇറാനും തമ്മിൽ നല്ല ബന്ധമാണ്, ഇസ്രയേലുമായിട്ട് ബന്ധമാണ്. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യ നയതന്ത്ര തലത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കും. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാലോ, ഈ റഷ്യക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അവർ പറഞ്ഞു ഇനി റഷ്യയിൽ നിന്ന് ആര് സാധനം മേടിക്കരുതെന്ന് പറഞ്ഞു. ഇന്ത്യ എന്തോ ചെയ്തു, നേരെ റഷ്യയുടെ കയ്യിൽ നിന്ന് പോയി എണ്ണ മേടിച്ചു. എന്നിട്ട് ആ എണ്ണ നമ്മൾ മറിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിറ്റു. അപ്പോൾ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ ആ ഉപരോധത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും പങ്കെടുക്കും. എന്നിട്ട് അതേ എണ്ണ ഇന്ത്യ മേടിച്ചിട്ട് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മറിച്ച് വിറ്റ് പൈസ ഉണ്ടാക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ പറയുന്ന പോലെ അനുസരിക്കില്ല. അപ്പോൾ ഇതാണ് ഈ ടെസ്ല കാറിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ അമേരിക്ക കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നത്. അപ്പം നമ്മൾ ഈ അമേരിക്ക പറയുന്നതിനെ അന്ധമായിട്ട് അനുസരിക്കാത്തതുകൊണ്ടാണ് ഇപ്പം തീരുവ കൂട്ടിയപ്പോൾ നമുക്കെതിരെയും അമേരിക്ക തീരുവ കൂട്ടിയത്. ഇപ്പം നിലവിൽ മോദിയും ട്രംപും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നു, ചർച്ച നടത്തുന്നു. കാരണം ട്രേഡിൽ ചില വിട്ടുവീഴ്ചകൾ നടത്തണം, നമ്മുടെ തീരുവ കൂട്ടിയതുമായി ബന്ധപ്പെട്ട ഒരു ട്രേഡ് കോംപ്രമൈസ്, ആ രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ വീണ്ടും അടുത്ത പ്രശ്നം ഉണ്ടായത് ഇന്ത്യയുടേതായ നിലപാട് സ്വീകരിക്കുമ്പോൾ റഷ്യയ്ക്കും അതിൽ പിണക്കമുണ്ട്. ഇപ്പം നമ്മൾ തദ്ദേശീയമായിട്ട് ഒരു വിമാനം നിർമ്മിക്കാൻ പോകുന്നു, തേജസ്. ഈ തേജസ് യുദ്ധവിമാനം നിർമ്മിക്കുമ്പോൾ ബംഗളൂരു ആസ്ഥാനമാക്കിയ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഇത് നിർമ്മിക്കുന്നത്. ഇത് നിർമ്മിക്കണമെങ്കിൽ ഇതിന് എഞ്ചിൻ വേണം. ഈ എഞ്ചിൻ അമേരിക്കയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ചർച്ച നടത്തുന്നു. എന്നിട്ട് അവരിൽ നിന്ന് ഈ എഞ്ചിൻ വാങ്ങാൻ പോകുന്നു. അപ്പോൾ ഇവർക്ക് പിണക്കമായി. റഷ്യ പറയുന്നത് ഞങ്ങളുടെ ഇന്ന് എഞ്ചിൻ വാങ്ങിയില്ലല്ലോ, നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ രാജ്യത്ത് എങ്ങനെ പ്രവർത്തിക്കണം, നമ്മുടെ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളത് ഇന്ത്യ ഗവൺമെൻറ് ഇഷ്ടമാണെന്ന് വരുത്തി തീർത്തത് മോദി സർക്കാരാണ്. അതുകൊണ്ട് ഇവർക്കൊന്നും പറയാൻ പറ്റില്ല. അടുത്ത സമയത്ത് അമേരിക്ക പറഞ്ഞു F-35 യുദ്ധവിമാനമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് വലിയ ഗുണപ്രദമാകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റഷ്യ പറഞ്ഞു വേണ്ട, ഞങ്ങളുടെ കയ്യിൽ അതിനെക്കാട്ടിയും വലിയ അത്യന്താധുനിക യുദ്ധവിമാനങ്ങളുണ്ട്. പക്ഷേ ഇത് രണ്ടും നമ്മൾ കേട്ടില്ല. നമ്മൾ പകരം ഫ്രാൻസിൽ നിന്ന് റഫേൽ യുദ്ധവിമാനം വാങ്ങാൻ തീരുമാനിച്ചു. 68,000 കോടി രൂപ മുടക്കി 26 യുദ്ധവിമാനങ്ങളാണ് മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ സൈനിക കാര്യങ്ങളിലും ട്രേഡ് രംഗത്തുമൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ ചൈനയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് സൗഹൃദമുണ്ടാക്കി അമേരിക്കയെ തകർക്കണം. കാരണം ഒരു കാലത്ത് അമേരിക്കയാണ് ചൈനയെ ഇത്രയും ഡെവലപ്പ് ചെയ്ത് വളർത്തിക്കൊണ്ടത്. ഇപ്പം അമേരിക്ക വലുതായിട്ട് അവരുടെ തീരുവ കൂട്ടി. അപ്പോൾ ചൈന പറഞ്ഞു ഞങ്ങളും തിരിച്ച് തീരുവ കൂട്ടും. കാരണം അങ്ങനെ കൂട്ടാനും മാത്രമുള്ള സാമ്പത്തിക ഭദ്രത ഇപ്പം ചൈനയ്ക്കുണ്ട്. നേരത്തെ ഏതാണ്ട് 10 വർഷം മുമ്പ് ഇത്രയും ഭദ്രതയൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഏതാണ്ട് ഈ ട്രേഡ് രംഗത്തുള്ളതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4 ട്രില്യൻ്റെ ഇതാണ് നമുക്ക് എക്സ്പെൻസ് വരുന്നത്. ഇവർക്ക് 17 ട്രില്യനോ മറ്റോ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ആരെ വേണമെങ്കിലും വെല്ലുവിളിക്കാം. അപ്പോൾ ആ രീതിയിൽ ചൈനയോടൊപ്പം കിടപിടിക്കാൻ ഇപ്പോൾ നമുക്ക് പറ്റില്ല. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര കാര്യങ്ങളിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ മുന്നേറുകയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ചൈനയ്ക്ക് എങ്ങനെയും BYD കാർ ഉൾപ്പെടെയുള്ള പല നിക്ഷേപങ്ങളും ഇന്ത്യയിൽ നടത്തണം. അങ്ങനെ അവർക്ക് ഈ നഷ്ടപ്പെട്ടു പോയ ട്രേഡിലെ പ്രതാപം തിരിച്ചു പിടിക്കണം. അപ്പോൾ നമ്മൾ പറയുന്നു മോദിയുടെ നിലപാട് ഇതല്ല, അല്ലെ നമ്മുടെ സർക്കാരിന്റെ നിലപാടല്ല, അതിനെ തെറ്റു പറയാൻ പറ്റില്ല നമുക്ക്, സ്വാഭാവികമല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ ബംഗ്ലാദേശും ചൈനയോട് കൂടെ ചേർന്ന് ഇന്ത്യക്കെതിരെ ഒരു വെല്ലുവിളിയൊക്കെ നടത്തി. അതുകൊണ്ട് ഇപ്പൊ അവിടെ നിന്നുള്ള ഈ തുണി വ്യവസായമൊക്കെ അതിൽ ഉപരോധം ഇന്ത്യ ഏർപ്പെടുത്തി കപ്പലിൽ കയറ്റിക്കൊണ്ടുപോകാൻ പറ്റില്ല. അതിൽ ഇപ്പൊ കുറെ സാധനങ്ങൾ കെട്ടിക്കിടക്കുവാണ് വിപണികളിൽ. അപ്പൊ ഇന്ത്യ ഇപ്പം കഴിഞ്ഞ ദിവസം എടുത്ത നിലപാട് ഈ കെട്ടിക്കിടക്കുന്നത് പൊയ്ക്കോട്ടെ, ഇനി പുതിയത് വരണ്ട, അതോടുകൂടി അവരുടെ
ആ വ്യവസായം അവർക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കാൻ പറ്റാത്ത സാഹചര്യം വരും. അതെ. അത് ചൈനയുടെ കൂടെ ചേർന്ന് ബംഗ്ലാദേശിനുണ്ടായ ഒരു അതെ, പണിയാണ്. അത് ഈ മുഹമ്മദ് യൂൻസ് ഇപ്പം പിന്നെ ചൈന സന്ദർശിച്ചിരുന്നു. അപ്പോൾ ഷീ ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ചൈന പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നൽകിയ വായ്പയുടെ പലിശ ഞങ്ങൾ കുറയ്ക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചൈനയെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു സമയത്ത് നമ്മുടെ കൂടെ നിൽക്കും, മറു സമയത്ത് അപ്പുറത്ത് അവരുടെ കാലുവാരുകയും ചെയ്യും. അപ്പോൾ ഇവിടെ അമേരിക്ക ചൈനയ്ക്കെതിരെ നിലപാടെടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ചൈന ഇപ്പം നമ്മുടെ അടുത്ത് വീണ്ടും വരുന്നത്. അപ്പം നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ടെസ്ല കാറിന് നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്തേ? അപ്പോൾ പീയൂഷ് ഗോയൽ അതിന് മറുപടി പറഞ്ഞു, ടെസ്ല കാറ് ഇന്ത്യയിലെ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും. ആ കമ്പനി ഇന്ത്യയിലെ നിയമങ്ങൾക്കനുസരിച്ചല്ലാതെ ഒരു പ്രവൃത്തി പോലും, ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കില്ല എന്ന് അവർ ഞങ്ങൾക്ക് ഗ്യാരണ്ടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ടെസ്ല കമ്പനിക്ക് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്താൻ അനുമതി കൊടുത്തത്. മാത്രമല്ല നയതന്ത്ര തലത്തിൽ ട്രംപ് മോദിയോട് അങ്ങനെ ഒരു റിക്വസ്റ്റ് നടത്തിയോണ്ടാണ് അത്തരത്തിലൊരു ചർച്ച നടത്തിയത്. കാരണം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ടെസ്ല കാർ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യയിൽ മാത്രം വൻതോതിൽ നികുതി കൂട്ടുന്നത് അവർക്കൊരു നാണക്കേട് കൂടിയാണ്. കാരണം മോദിയുടെ വലിയ ഫ്രണ്ടാണ് ട്രംപ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ പ്രശ്നം അവിടെ പരിഹരിച്ചു. പക്ഷേ ഇവിടെ BYDയുടെ പ്രശ്നം പരിഹരിച്ചില്ല. അപ്പോൾ ഞങ്ങളുടെ നിയമങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും അനുസരിക്കാമെന്നും ഞങ്ങളുടെ നാട്ടിലെ സ്റ്റാർട്ടപ്പുകൾ വരികയാണെങ്കിൽ അതിനെ വെല്ലുവിളിക്കാത്ത രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് ചൈന ഉറപ്പ് തന്നാൽ ഞങ്ങൾ അതിനോടും യോജിക്കാം. പക്ഷെ അത്തരം ഒരു ഉറപ്പ് ചൈന കൊടുക്കില്ല. ചൈനയുടെ ആവശ്യം എന്ന് പറയുന്നത് ഏത് മേഖലയിലും വൻതോതിൽ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു, അത് ബൾക്കായിട്ട് വരുമ്പോഴത്തേക്ക് ഇവർക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ചൈന ഒരു ഏകാധിപത്യ രാജ്യമാണ്. അപ്പോൾ അവിടെ തൊഴിലെടുക്കുന്നതിന് വളരെ കുറച്ച് സാലറി കൊടുത്താൽ മതി. അപ്പോൾ പരമാവധി ജനങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും അത് മറ്റ് രാജ്യങ്ങളിൽ കൊണ്ടുവന്നിട്ട് അവിടുത്തെ തദ്ദേശീയമായ കമ്പനികളെ തകർക്കുകയും ചെയ്യും. ഈ നിലപാട് ഇന്ത്യയിൽ പറ്റില്ല. കാരണം നമുക്ക് ഈ മൊബൈൽ വിപണിയിൽ കൊണ്ട് അതുപോലെ തന്നെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് നമുക്ക് നല്ല തിരിച്ചടി ഉണ്ടായി. ഇതിലൂടെ നമ്മൾ പഠിച്ചു, ഇനി അതൊന്നും വേണ്ട. അതുപോലെ നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമായതുകൊണ്ട് കാറുകളുടെ കാര്യത്തിൽ, ഇലക്ട്രോണിക് വെഹിക്കിളുടെ കാര്യത്തിൽ ഒക്കെ നമ്മളും സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് BYD പോലെയുള്ള കാറുകൾ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കേണ്ട. അപ്പം ഇവിടുത്തെ കമ്പനികളെ തകർക്കുന്ന നിലപാടല്ലേ അത് വേണ്ട, അതെന്തായാലും വേണ്ടെന്നാണ്. അപ്പോൾ എന്തായാലും ഷീ ജിൻപിങ്ങിന്റെ ഇന്ത്യയോടുള്ള നിലപാട് കഴിഞ്ഞ 4-5 വർഷത്തിനുള്ളിൽ മാറി വരുന്നു. നമ്മളുമായിട്ട് നല്ലപോലെ സഹകരിക്കാമെന്ന് പറയുന്നു. ഈ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വരണമെന്ന് ബംഗ്ലാദേശ് പോയി ആവശ്യപ്പെട്ടു. ചൈന പറഞ്ഞു ഞങ്ങൾ വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയുടെ നിലപാടിനനുസരിച്ച് നിൽക്കാൻ അവർ തയ്യാറാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ലോകത്തെമ്പാടുമുള്ള പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട സപ്ലൈ ചെയിൻ എപ്പോഴും ചൈനയുടെ കയ്യിലാണ്. കാരണം അവരുടെ ഒരുപാട് പൈസയുണ്ട്, വലിയ രീതിയിൽ നാട്ടിൽ പ്രൊഡക്ഷൻ നടത്താം. അതുകൊണ്ട് ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ വളരെ പെട്ടെന്ന് ചൈനയ്ക്ക് ഇവിടെ അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ എത്താം. അങ്ങനെ എത്തിക്കുമ്പോൾ പോലും പൈസയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇന്ത്യൻ നിയമങ്ങൾ ഞങ്ങൾ പാലിക്കാൻ തയ്യാറാണെന്ന് ചൈന എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അത് ഷീ ജിൻപിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി കൂടിയാണ്. അതുകൊണ്ട് നിലവിൽ അങ്ങനെ ചെയ്യില്ല. അപ്പം ചൈന ഉഡായിപ്പിലൂടെ ഇന്ത്യയിലേക്ക് എത്തുകയും എന്നിട്ട് ഇന്ത്യൻ വിപണി പിടിക്കുകയും ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഇന്ത്യ പറഞ്ഞു ഉഡായിപ്പൊന്നും ഇങ്ങോട്ട് വേണ്ട, നമ്മൾ കൃത്യമായ നിയമങ്ങൾക്കനുസരിച്ച് പോകത്തുള്ളൂ. എന്തെങ്കിലും അതിനെതിരായിട്ട് വന്നാൽ നിങ്ങളെ ഞങ്ങൾ പൊളിച്ചെടുക്കും. അതായത് രാജ്യ താല്പര്യത്തിനപ്പുറത്തേക്ക് എന്ത് സംഭവമായിട്ട് വന്നാലും ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കില്ല എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ കാർ വിപണി പിടിച്ചെടുക്കണം, മൊബൈൽ വിപണി പിടിച്ചെടുക്കണം, ഇലക്ട്രോണിക്സ് വിപണി പിടിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ അവർ മുന്നേറുമ്പോൾ നമ്മളും ആ മേഖലയിലെല്ലാം സ്വയം പര്യാപ്തത കൈവരിക്കുന്നു, പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് രൂപം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകളുമായിട്ട് ചൈനയ്ക്ക് ഇപ്പോൾ ഇന്ത്യയിലേക്ക് കടന്നു വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മോദി സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം ഇന്ത്യ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. അത് മുഴുവൻ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും നമുക്ക് വ്യക്തമാകുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.